നമസ്കാരം. എല്ലാവർക്കും ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു ദിവസം നേരുകയാണ്. ഇന്നത്തെ ദിവസവും നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരുന്നു എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമ്മൾ ലാസ്റ്റ് സൂം ക്ലാസ് എടുത്തത്. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, അല്ലെ? 5 ദിവസങ്ങളായി നമ്മൾ ലൈവിൽ കണ്ടിട്ട്, പക്ഷെ നേരിട്ട് നമ്മൾ കണ്ടിട്ട് അടിച്ചു പൊളിച്ച ഒരു ദിവസം നമ്മളെ കുറെ പേര് തിരുവനന്തപുരത്ത് അതിമനോഹരമായ ഒരു ദിവസം. അതിമനോഹരം എന്ന വാക്ക് മതിയാവോ എന്ന് ചോദിച്ചാൽ പോരാ എന്ന് ഞാൻ പറയും. കാരണം പ്രോഗ്രാം കഴിഞ്ഞ് 4:30 മണി കഴിഞ്ഞിട്ടും 9 മണി വരെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നവരോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഓരോ ആളെയും നേരിട്ട് സംസാരിക്കാനും കേൾക്കാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോഴൊന്നും എന്റെ ജീവിതത്തിലൂടെ തന്നെ ഞാൻ കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഓരോ ആളോടും പറഞ്ഞ മറുപടിയിലെല്ലാം എന്റെ ജീവിതം കൂടി ഞാൻ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പറഞ്ഞു പോയത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ആ പ്രോഗ്രാം ഗംഭീരമാക്കി തന്നതിന് ഏറ്റവും നന്നായി നിങ്ങൾ എല്ലാവരും ചേർന്ന് അതിമനോഹരമാക്കി തന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി നന്ദി നന്ദി. കാരണം കോടീശ്വരനാവാം എന്നുള്ള ഒരു മെന്റാലിറ്റിക്ക് അപ്പുറത്ത് കോടീശ്വരൻ ആയ മെന്റാലിറ്റി ആയിട്ടാണ് എല്ലാവരും തിരിച്ചു പോയതെന്ന് മനസ്സിലായി. ചെറിയ ചെറിയ തിരുത്തലുകളോടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റപ്പെടുത്തലിലൂടെ നമുക്ക് ജീവിതത്തിൽ പലതും നേടാൻ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും അന്നത്തെ ദിവസം ഉണ്ടായി. വന്നവർക്കെല്ലാം സന്തോഷമായി, വരാത്തവർക്കും സന്തോഷം നൽകാനായിട്ട് നമ്മൾ ആദ്യമായി ഈ സൂം ലൈവ് പ്രോഗ്രാം അന്ന് സംഘടിപ്പിക്കേണ്ടായി. അതിലും ഒരുപാട് ആൾക്കാർ ക്ഷമയോടെ കാത്തിരുന്നു. കാരണം ആദ്യ സമയത്ത് കുറച്ച് സൂം കണക്ഷൻ ഉണ്ടാക്കേണ്ട ചെറിയൊരു സാങ്കേതിക വിഷയം ഉണ്ടായിരുന്നു. പിന്നെ അത് കറക്റ്റ് ചെയ്ത് പോയി. അപ്പോ ലോകത്തിലെ നാനാ ഭാഗത്ത് നിന്നും ക്ഷമയോടെ അന്നത്തെ ഞായറാഴ്ച ഇതിനുവേണ്ടി മാത്രം ഇരുന്നവരോടൊക്കെ വീണ്ടും പറയാനുള്ളത് നന്ദി 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 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും എല്ലാ ദിവസത്തെ ക്ലാസ് പോലെ ക്ലാസ്സിലേക്ക് സംഘടിപ്പിക്കാം. ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ ഓപ്പൺ ക്ലാസ്സുകൾക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നു. കാരണം കുറെ ദിവസം ശേഷമായതുകൊണ്ട് നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് നൽകിയിരിക്കുന്നു. നമ്മളെപ്പോഴും ഇപ്പോൾ അധികമായിട്ട് പെയ്ഡ് നമ്മുടെ മെമ്പേഴ്സിന് മാത്രമാണ് അധികം ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇന്ന് എല്ലാവരും ഉണ്ട്, പുതിയതായിട്ട് വന്നവരൊക്കെ ഒരുപാടുണ്ട്, സന്തോഷമാണ്. ഇനി എല്ലാ ദിവസങ്ങളും നമുക്ക് ആഴ്ചയിൽ 1-2 ഇതുപോലെ ക്ലാസ്സുകൾ തരും. ബാക്കിയെല്ലാം നമ്മുടെ മെമ്പേഴ്സ് ഒള്ളിയാക്കി മാറ്റിയിരിക്കുക. ഏറെ സന്തോഷം. നിങ്ങൾക്ക് ചെറിയ അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും, ചില കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. അതിലേക്കായിട്ട് ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു പോയി. നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറയാനുള്ളത്, കാര്യമാണ് പഠിക്കാനുള്ളത്. അത് നമുക്കിന്ന് അറിയണം. അതുകൊണ്ട് എല്ലാവരും പറയാനുള്ളത് വളരെ ഷോർട്ടായി ക്വിക്കായി പറഞ്ഞു പോവുക എന്ന് മാത്രം എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാണ്. അതോടൊപ്പം ഒന്ന് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ ക്ലാസിന്റെ എൻഡിൽ അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് അയക്കുന്നതായിരിക്കും. വളരെ ശ്രദ്ധയോടെ നിങ്ങളത് വായിക്കണം, അതുപോലെ പ്രതികരിക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി നടപടി സ്വീകരിക്കണം എന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ്. അത് പറയാതിരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ വ്യക്തിക്ക് പേഴ്സണലായിട്ട് ഇങ്ങനെ പറയും എന്നുള്ള മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മറുപടി കിട്ടിയതനുസരിച്ചായിരിക്കും ഞാൻ അടുത്ത പരിപാടിക്ക് പോകുന്നത്. അത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അത് പബ്ലിക്കിൽ തന്നെ പറഞ്ഞു പോകണം. ഇത് തന്നെ ഒരു രീതിയിൽ ഞാൻ തിരുവനന്തപുരം പ്രോഗ്രാമിൽ സൂചിപ്പിക്കേണ്ടായി. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുപോലെ ഒരു കാര്യം ഇവിടെയും പറയുന്നു. അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം. ചിലപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഒരു ക്ഷമാപണം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയാതെ ഒപ്പിക്കാം, അല്ലെങ്കിൽ പറയുക തന്നെ പറ്റുള്ളൂ. കാരണം നമുക്ക് എല്ലായിടത്തും സേഫ്റ്റിയാണ് ഫസ്റ്റ്. അത് ഹാനിക്കുന്ന ഏതൊരു തരം പ്രവൃത്തികൾ നമുക്ക് അങ്ങനെ അനുകൂലിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ പരസ്പരം നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും ഒരുപോലെയല്ല. അതുകൊണ്ട് ഫോൺ എടുത്ത് ആരോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാൻ നിങ്ങളും ഓരോ ആൾക്കാരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് അറിയുക. നമ്മുടെ ക്ലാസ് മെഡിറ്റേഷനിൽ വരുന്നവരുണ്ടാവാം, നമ്മുടെ ക്ലാസ്സിൽ വരുന്നവരുണ്ടാവാം, പല ആൾക്കാരും ഉണ്ടാവാം. അപ്പൊ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മാത്രമേ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യാവൂ എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് അൺമ്യൂട്ട് ചെയ്ത് ആൾക്കാരുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം, അല്ലെങ്കിൽ അവരുടെ അനുഭവിച്ച വിഷയങ്ങളിൽ പോകാം, എന്നിട്ട് ബാക്കി ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു. അൺമ്യൂട്ട് ചെയ്തോളൂ. പറയാനുള്ളവർ അൺമ്യൂട്ട് ചെയ്തു. യെസ് സാർ, പറഞ്ഞു സാർ. ഒറ്റ ആള് ബാക്കിയുള്ള മ്യൂട്ട് ചെയ്യണേ. സാർ പറഞ്ഞു സാർ. ഞാന് തിരുവനന്തപുരം ക്ലാസ്സിനെ കുറിച്ചുള്ള
സാറേ മൈക്ക് ഒന്ന് എടുത്ത് പിടിക്കാവോ? സാർ മൈക്ക് ഒന്ന് എടുത്ത് പിടിക്കാവോ? ബ്ലൂടൂത്തിന്റെ മൈക്ക് ഒരു സൈഡ് വെച്ച് മൈക്ക് മാത്രം. ഓക്കെ സാർ. തിരുവനന്തപുരത്തുള്ള പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഇതിൽ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 4-4.5 കോടി രൂപ വെളിയിൽ നിന്ന് കിട്ടാനുണ്ട്, കയ്യിലൊന്നും ഇല്ലായിരുന്നു. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ അപ്രതീക്ഷിതമായിട്ട് 5000 രൂപ ഒരു ലോട്ടറി അടിച്ചു. അപ്പൊ തന്നെ അന്ന് തന്നെ നമ്മുടെ അഡ്മിന്റെ ഒരു കോൾ ഉണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് അഡ്വാൻസ് തുക അടച്ചാൽ മതി, 3000 രൂപ അടച്ചാൽ മതി, ബാക്കി പിന്നെ അടച്ചാൽ മതിയോ. അപ്പൊ തന്നെ ഞാൻ 3000 രൂപ അടച്ചു കയറി. അടുത്ത 3000 രൂപ എങ്ങനെ കിട്ടുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്രതീക്ഷിതമായിട്ട് 16-ാം തീയതി വീണ്ടും ഒരു 4000 രൂപ കിട്ടി. 3000 കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ സാറിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് തിരിച്ചെത്തുമ്പോ പൈസയുടെ വരവ് തന്നെയാണ്. 20-15 ഒരു 3 ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. സന്തോഷം. നന്ദി നന്ദി നന്ദി. അത് കിട്ടാനുള്ള കാശ് കിട്ടിയെന്നാ പറഞ്ഞത് അല്ലേ? അതെ അതെ അതെ. എക്സ്പെക്ട് ചെയ്ത പല എമൗണ്ടുകളും വന്നു. അതെ അതെ. ചെറിയ ചെറിയ വന്നു അറിയാമല്ലോ. വലിയ എമൗണ്ട് നമുക്ക് ഒന്നിച്ചു വരാം. വലിയ എമൗണ്ടിന് സമയം സാറിന് എനർജി വന്നുകൊണ്ടിരിക്കുന്നതല്ലേ? അതെ അതെ അതെ. ശരി, വെരി ഗുഡ് വെരി ഗുഡ്. ഇന്നും കിട്ടി. ഒരു 10 ഇന്ന് കിട്ടി. ഓക്കെ ഓക്കെ, വെരി ഗുഡ് സാർ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇപ്പൊ അതാണ് പറഞ്ഞത്. കിട്ടിയ സാർ ഇപ്പൊ തന്നെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ചേർന്നോ? ചെയ്തോളാം. അത് ഏത് വേണമെന്ന് 3-4 കണ്ടുകൊണ്ട് ഏതൊക്കെ ഒരുമിച്ച് കയറണോ, ഓരോന്നായിട്ട് കയറണോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സാറിന്റെ അതെ അതെ അതെ, സാറിനാണ് അത് ആദ്യം തന്നെ കിട്ടിയ ഉടനെ ഷെയർ ചെയ്തത് സാറിനായിരുന്നു. നേരിട്ട് കാണാൻ പറ്റില്ല, ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളിന് അത്യാവശ്യം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോരേണ്ടി വരുന്നു. എന്നാലും സാറിന്റെ ആ ഒരു പിന്നെ ഒരു മാജിക് ലുക്ക് കിട്ടിയതിൽ തന്നെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. സന്തോഷം. ഐ ആം എക്സ്പെക്ടിംഗ് ദാറ്റ് ബിഗ് എമൗണ്ട് ടു കം ടു യു. ആ ബിഗ് എമൗണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അതെ അതെ അതെ. താങ്ക് യു സർ, താങ്ക് യു. യെസ് ആശ. താങ്ക് യു സർ. ആശ. യാ, ഗുഡ് ഈവനിങ് സാർ. സാർ, എനിക്കും ക്ലാസ്സിന് തിരുവനന്തപുരം ജില്ലയിൽ വെച്ചിട്ട് പോലും എനിക്ക് വരാൻ പറ്റുകയോ ഇല്ലെന്ന് അറിഞ്ഞോട് നമ്മളെ അഡ്മിനെ വിളിച്ച് പറഞ്ഞപ്പോ എല്ലാം ശരിയാവൂന്ന് എന്നോട് പറയുകയായിരുന്നു. അപ്പോഴാ ഹസ്ബൻഡിന് ആ ദിവസം പാലക്കാട് ഒരു മീറ്റിംഗ് ഉണ്ട്, പോണോന്ന് പറഞ്ഞു. അപ്പൊ മോളെ നോക്കാൻ ആരും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആകെ വിഷമത്തിലായി. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് എടുത്ത വായോടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ മീറ്റിംഗ് മാറ്റിയാലോ? ഇല്ല, CM പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ്, 2 പ്രാവശ്യം മാറ്റി വെച്ചതാണ്. ഞാൻ പറഞ്ഞു ഇല്ല, മാറ്റി വെക്കും. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു 50,000 രൂപ ബെറ്റാണോ? പക്ഷെ ഞാൻ ബെറ്റ് വെച്ചില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും മീറ്റിംഗ് കാണില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ ദിവസം മീറ്റിംഗ് മാറ്റി. ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ. അപ്പൊ ഞാൻ അടുത്ത ക്യാഷിന് വേണ്ടിട്ട് ഇരുന്നപ്പോ എനിക്ക് 25,000 രൂപ ലോട്ടറി അടിച്ചു. ആ ഇത് വെച്ച് ഞാൻ ഫസ്റ്റ് തന്നെ അവിടെ പിന്നെ അഡ്മിനെ വിളിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ ക്യാഷ് പേ ചെയ്യാണ് ചെയ്തത്. പിന്നെ തിരുവനന്തപുരം ക്ലാസ് വളരെ 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 പ്രയോജനമായി ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ടെക്നിക്ക് കൂടി പറഞ്ഞു തരണമായിരുന്നു. സാറിനിപ്പോ അവിടെ സമയമില്ല, നമ്മൾ അവിടുത്തെ സിറ്റുവേഷൻ അറിഞ്ഞു, രാവിലെ നടത്താൻ പറ്റിയില്ല. പിന്നെ കുറെ കാര്യങ്ങള് നമ്മളെല്ലാരും കണ്ടതാണ്. അപ്പൊ എന്നാലും സാറിന് ആ ക്ലാസ് ഒരുപാട് നമുക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. സാർ കാരണം ഒരുപാട് കൊണ്ടുവന്നു, അത്രയും നമ്മളിൽ എത്തിക്കാൻ സാറിന് കഴിഞ്ഞില്ല. പക്ഷെ നമുക്കും അത് അത്രയും കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നവരാണ് എല്ലാവരും. അപ്പൊ ഞാൻ പറയുന്നത് ഇനിയുള്ള ക്ലാസ് ഇനിയിപ്പോ എന്തായാലും കണ്ടിന്യൂസ് ഉണ്ടല്ലോ, ആ ക്ലാസ്സിൽ ആ ടെക്നിക്ക് എല്ലാം പറഞ്ഞു തരണമെന്ന് ഒരാഗ്രഹമുണ്ട്. മറ്റുള്ളവർക്കുണ്ടോന്ന് അറിയില്ല, എനിക്ക് ആ ആഗ്രഹമുണ്ട്. കാരണം ഒരു ടെക്നിക്കും സാറിന് അന്ന് പറയാൻ സമയം കിട്ടിയില്ല. സാർ എന്തായിരുന്നാലും രാവിലെ 9 മണിക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ആയിരുന്നെങ്കിൽ സാർ അത് ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞു തന്നെ. പക്ഷെ അതിന് സാറിന് കഴിഞ്ഞില്ല. വളരെ നന്ദി, ലൈഫിൽ ഏറ്റവും വളരെ വളരെ നന്ദി. പിന്നെ ഞാൻ എല്ലാവർക്കും വെള്ളാരം കല്ല് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് അവരെല്ലാം അത് വെച്ച് ഒത്തിരി പേര് പല കാര്യങ്ങളും നേടി. എനിക്ക് ഭയങ്കര സന്തോഷം. അതിലേറ്റവും വളരെ ഭയങ്കര സന്തോഷം. അവരെല്ലാരും വിളിച്ചു പറഞ്ഞു എനിക്ക് ഒരിക്കലും നേടാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവര് നേടിക്കഴിഞ്ഞത്.
കുമാർ സാറ് തന്നെ പറഞ്ഞു, സാറ് ആ കല്ല് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ആ കല്ല് വെച്ചിട്ട് ഞാൻ അന്ന് തന്നെ കാര്യം നടന്നു. സുജാത മേഡവും പറഞ്ഞു, അന്ന് വീട്ടിന്റെ കാര്യം നടക്കൂല എന്ന് വിചാരിച്ചു അന്ന് തന്നെ നടന്നു എന്ന് പറഞ്ഞു. സാർ ഇതൊന്നും നമുക്കറിയില്ല, സാറിന്റെ യൂട്യൂബിന് കണ്ടതാണ്. സാർ ഇത് നേരിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തതാണ്. ഞങ്ങൾക്ക് ക്ലാസ് വന്നേയില്ല എല്ലാവരും. സാർ അത് ശരിക്കും നേരിട്ട് ഞങ്ങൾക്ക് ഈ ക്ലാസ് കൂടി എടുത്തു തരണം. ആ ടെക്നിക്ക് മുഴുവനും പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം പലരും അവിടെ പറഞ്ഞു, നമുക്ക് ആർക്കും ഇത് എന്താണെന്ന് അറിയില്ല. സാധാരണ നമ്മളെ ക്ലാസ്സിൽ ഇതൊന്നും കിട്ടിയിട്ടില്ല. വെള്ളാനങ്കലിന്റെ നമ്മൾ ക്ലാസ് എടുത്തതാണത്. ഒരു ക്ലാസ്സാണ് യൂട്യൂബിലുണ്ട്. നമുക്ക് യൂട്യൂബിനെ കണ്ടിട്ടാണ് ഞാൻ കുമാർ സാറിന് പറഞ്ഞു കൊടുത്തത്, കല്ല് കൊടുത്തത്. ഇതുപോലെ ക്ലാസ് എടുത്തതാ. ക്ലാസ് യൂട്യൂബിൽ എടുത്തതേ ഉള്ളൂ. വൺ ടു വൺ ടു ഇല്ല. വൺ ടു ആക്ച്വലി ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. അത് പബ്ലിക്കിലേക്ക് കൊടുത്തു. അത് പെയ്ഡ് ഗ്രൂപ്പിലുള്ള ഒരു ടെക്നിക്ക് ഞാൻ പബ്ലിക്കിനെ കൊടുത്തു. അവരോട് പെർമിഷൻ മേടിച്ച് പബ്ലിക്കിൽ കൊടുത്തതാ. അല്ല, ഈ ടെക്നിക്കുകൾ എന്താണെന്നറിയോ? ഞാൻ പൊതുവെ ടെക്നിക്കുകൾ അങ്ങനെ വലിയ പ്രിപ്പയർ ചെയ്ത് വന്ന് പറയുന്നൊന്നും അല്ല. വന്ന് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്കൊക്കെ ചിലത് മനസ്സിൽ കയറി വരും. അതങ്ങനെ വന്ന് ക്ലാസ് എടുക്കുന്നതാ. അവിടെ തിരുവനന്തപുരത്ത് എന്താ സംഭവിച്ചത് വെച്ചാൽ, തിരുവനന്തപുരത്ത് ഞാൻ ടെക്നിക്കുകൾ എന്റെ ഉണ്ടായിരുന്നു, നിങ്ങൾ തരാനുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ആ സമയം അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പോ പിന്നെ നിങ്ങളോട് അതിനേക്കാളും ടെക്നിക്കൽ നമുക്ക് ഇവിടെ എപ്പോഴും എടുക്കാം. പക്ഷെ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു സമയം മറ്റൊരു സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഞാൻ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. നേരിട്ട് സംസാരിക്കാൻ എല്ലാവർക്കും, കാരണം ഒരുപാട് ദൂരത്ത് നിന്ന് വന്ന ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അവരോട് സംസാരിക്കാൻ സമയം എടുത്തു. ടെക്നിക്ക് നമുക്ക് ഇവിടെ പഠിക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് 1 വർഷത്തെ 6 മാസത്തെ ക്ലാസ് ഫ്രീ തന്നല്ലോ ഞാൻ. അപ്പൊ അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും അത് കേൾക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. യെസ്, സുഷമ പറയൂ. സുഹാനാണ്. സുഹാമ. ഓക്കെ, അടുത്ത ആരുണ്ട് പറയാനായിട്ട്? പറയൂ. ജയലളിത. വെറുതെ അൺമ്യൂട്ട് ചെയ്യാണോ നിങ്ങൾ? കാലത്തിന് അൺമ്യൂട്ട് ചെയ്യാണോ? വെറുതെ പോകുന്ന വഴിക്ക് ഞെക്കുകയാണോ ഈ ബട്ടൺ? അല്ല എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് സംസാരിച്ചോ. സജീവേ. സാറ് നമ്മളെ വായു തന്ത്രം ഉണ്ടല്ലോ, വായു വെച്ച് സാറ് ഒരു ക്ലാസ് മുമ്പൊക്കെ എടുത്തായിരുന്നല്ലോ, വായു തന്ത്രം പറഞ്ഞല്ലോ, ഒരു വായുവിന്റെ. അത് വെച്ച് ഞാൻ ഇത് പ്രയോഗിച്ച നമ്മളെ കവറിനകത്ത് വെച്ച് പിന്നെ ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അപ്പൊ അത് ചെയ്ത് എനിക്ക് കടയിൽ നല്ല കച്ചവടം വളരെ മോശമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഈ കടയിൽ ഒരു ദിവസം അടിപൊളി കച്ചവടമായിരുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. തരാനുള്ള ഒരു പൈസ കൊണ്ട് തന്നു. ഭയങ്കര ഒരു ഹാപ്പിയാണ് കേട്ടോ. ഇന്നും അതേ കൂടെ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഉണ്ടോ? പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് സംസാരിക്കുന്ന വിഷയം, ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ ചോദിക്കേണ്ടതല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമമായ ബോധം. കാരണം ഇത് ശരിക്കും ഞാൻ സംസാരിക്കുന്നത് യൂട്യൂബിലെ പുതിയ ആൾക്കാരുമായിട്ടാണ്. നമ്മുടെ പുതിയ ആൾക്കാരുമായിട്ടാണ് യൂട്യൂബിൽ സംസാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഈ പോയിന്റ് നിങ്ങൾക്ക് ആർക്കും പൊതുവെ വിഷയമുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഒരു സെക്കൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി വിഷയം അവിടെ നടക്കുകയാണ്. പുള്ളി ഒരാൾക്കൊരു ചാൻസ് കൊടുത്തതാ. അവരെപ്പോ വേണമെങ്കിൽ അവർക്കൊന്ന് വിശദീകരിക്കാൻ തരാം. ഓക്കെ, ഈ ചോദ്യം ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നില്ല എന്ന് പറയാനില്ല. കാരണം എന്റെ ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം പൊതുവെ സംശയങ്ങൾ ഉണ്ടാവില്ല. കാര്യം ഇതാണ്, ഇന്നത്തെ നമ്മുടെ പോയിന്റ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഇതാണ്. എന്തുകൊണ്ട് എന്റെ ജീവിതം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. യെസ്, മീ എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. എന്തുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെയെന്നുള്ള ചോദ്യമുള്ളവർ മാത്രം ഒന്ന് ടൈപ്പ് ചെയ്യുക. യൂട്യൂബ് വീഡിയോ കാണുന്നവരുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഞാൻ ഇത്രയും ദിവസം നമ്മളിവിടെ വളരെ വിശദമായി സംസാരിച്ചുകൊണ്ട് ഇത്തരം ചിന്തകൾ പൊതുവെ നിങ്ങൾ കുറവായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഉണ്ടാവാം, ഇത് വീണ്ടും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോയിന്റ് ഇന്ന് ക്ലാസ്സായി എടുത്തത്. കാരണം തിരുവനന്തപുരം ഞാൻ നിങ്ങളോട് ഓരോ പ്രോഗ്രാം കഴിഞ്ഞ് ഓരോ ആളോട് സംസാരിക്കുമ്പോഴും എനിക്കത് ഫീൽ ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങൾ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നുള്ള ഫീൽ എനിക്ക് അവിടെ മുഴുനീളം വന്നത് കൊണ്ടാണ്. അന്ന് നിങ്ങളിൽ പുതിയ ആൾക്കാരാണ് അവിടെ വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ക്ലാസ് തന്നെ ഇതായിക്കോട്ടെ. കാരണം
അവിടെ പലവട്ടം ഞാനിത് പറയാതെ പറഞ്ഞു പോയെങ്കിലും വീണ്ടും നിങ്ങൾക്ക് ആ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ തിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ചില മനസ്സിലാക്കലുകൾ നമ്മൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള ബോധത്തിലൂടെയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് നിങ്ങൾ ഏവരെയും ക്ഷണിച്ചത്. വന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ കറക്റ്റ് 200 ആൾക്കാർ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. കാരണം ജീവിതം അതാണ് നൗ ഐ ഡോണ്ട് ഹാവ് ഇറ്റ്. ഇത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും പറഞ്ഞത് ഉള്ളവരൊക്കെ ഉണ്ട് എന്ന് പറയുക. ചില മാറ്റങ്ങൾ, ചില തിരിച്ചറിവുകൾ നിങ്ങൾ ഇനിയെങ്കിലും നടത്തണം എന്നുള്ളതുകൊണ്ടാണ്. നോക്കൂ, എന്തുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ? ഇത് 2 രീതിയിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. ഒന്ന്, അന്വേഷണാത്മകമായി അതിന്റെ അപകൃതിയിലേക്ക്, അതിന്റെ മുകളിലോട്ട് ഉയരാൻ സാധിക്കുന്നവൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അത് പ്രസക്തിയുണ്ട്. കാരണം അവൻ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെയെന്നായിരിക്കില്ല. അവൻ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ആയിക്കൂടാ എന്നുള്ളതായിരിക്കും. പക്ഷെ സാധാരണ രീതിയിൽ എന്തുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ മാറ്റങ്ങൾ തുടങ്ങണം. അത് വളരെ പ്രത്യേകതയായിട്ട് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യമാണ്. ഇതിന് എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിന് പ്രശസ്തി എന്ന് വെച്ചാൽ, എന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെയെന്ന് ഇടയ്ക്കിടെ നമ്മൾ ആവർത്തിച്ചു കൊണ്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ, നാം ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തി എടുക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല, അല്ലെങ്കിൽ തയ്യാറാവുന്നില്ല എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ബാക്കി കാര്യങ്ങൾ കേൾക്കാനും അറിയാനും നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ഇന്ന് ഉപയോഗിക്കുന്ന ടാബ്ലറ്റ്സ് മറക്കാതെ കുറച്ച് സൈറ്റ് പെട്ടിയിൽ വെച്ച് പൂട്ടിയിരിക്കല്ലേ, എടുത്ത് ഉപയോഗിക്കാറുണ്ടോ? രാവിലെ എല്ലാവരും ഉപയോഗിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ വീണ്ടും നമുക്കത് എടുക്കാം. ചേർത്തോളൂ. ഐ ആം ഹാപ്പി ആൻഡ് റെഡി. ഇത് സന്തോഷത്തോടുകൂടി കേട്ടിട്ട് സന്തോഷത്തോടു കൂടി ഇനി മുതൽ ഈ ചോദ്യം നിങ്ങളിൽ ഉണ്ടാവരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ചില മാറ്റപ്പെടുത്തൽ മാത്രം നിങ്ങൾ നടത്തിയാൽ ഈ ചോദ്യം പിന്നെ ഉണ്ടാകും. ചോദ്യം ഉണ്ട് എന്നവരൊക്കെ ടൈപ്പ് ചെയ്തോ എല്ലാവരും പറയട്ടെ. സന്തോഷത്തോടെ ഹാപ്പിയോട് കൂടി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കമാൺ. എന്താണ് എല്ലാവരും സീരിയസ് ആണല്ലോ? ഞാൻ എല്ലാവരും ഒന്നുകൂടി അൺമ്യൂട്ട് ചെയ്യണം. വേണ്ടല്ലോ, ചിരിച്ച് കളിച്ച് വേണം നമുക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ. എല്ലാവരും ഇത്രയും ആലോചന നിമഗ്നായി ഇരിക്കരുത്. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ തിരുവനന്തപുരം പരിപാടിക്ക് തൊട്ട് മുമ്പ് ഞങ്ങൾ അഡ്മിന്മാര് പോയിട്ട് ലോട്ടറി എടുത്ത് നമ്മൾ അഡ്മിനും അടിച്ചു ലോട്ടറി. 2 ടിക്കറ്റ് എടുത്ത് 2 അടിച്ചു ലോട്ടറി. അങ്ങനെ ഞങ്ങൾ ഗംഭീര പാർട്ടിയൊക്കെ നടത്തി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് വന്നു. ഇങ്ങനെ ലോട്ടറി ഞങ്ങൾക്കും അടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കെല്ലാം അടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഡ്മിന്മാർക്കും അടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സന്തോഷ വർത്താനം എല്ലാ വിഷയങ്ങളിലും പ്രോഗ്രാം നന്നായാൽ നമുക്ക് ലോട്ടറി അടിച്ച പ്രോഗ്രാം നന്നാവും എന്ന് പറഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞില്ല, പ്രോഗ്രാം അടിപൊളിയായി, അപ്പോഴേക്കും റിസൾട്ടും വന്നു, ലോട്ടറി അടിച്ചിരിക്കുന്നുള്ളൂ. ഓക്കെ, സന്തോഷത്തോടു കൂടി നമുക്ക് തുടങ്ങാം. അത് പറഞ്ഞപ്പോഴാണോ ഓർമ്മ, ആരോ നെറ്റിപ്പട്ടത്തിന്റെ കഥയൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് 1-2 കാര്യങ്ങൾ കൂടി അവർ ചേർത്ത് പറയും. ഇതൊന്ന് നിങ്ങൾ പറയുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. ഒന്ന്, അതായത് എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നവർ തൊട്ടടുത്ത നിമിഷത്തിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ അച്ഛനമ്മമാർ എനിക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയിരുന്നെങ്കിൽ ഞാൻ എത്രയോ നല്ല നിലയിൽ എത്തിയേനെ. ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്ത് യെസ് ഒന്ന് ടൈപ്പ് ചെയ്ത്. എന്റെ അച്ഛനമ്മമാർ എനിക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയിരുന്നെങ്കിൽ ഞാൻ ഇതിനേക്കാളും നല്ല നിലയിൽ എത്തുമായിരുന്നു എന്ന് പറയുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ അച്ഛനമ്മമാരായതുകൊണ്ട് നിങ്ങൾ പറയില്ല, കുറവാണെങ്കിൽ ഇല്ല. ഓക്കെ, അപ്പൊ അവിടെയല്ല വിഷയം. യെസ്, നിങ്ങളെല്ലാം നല്ല നല്ല ആൾക്കാരാണ്. ഇല്ല. ഇനി രണ്ടാമതായി നിങ്ങൾ പറയുന്നത്, ഇങ്ങനെ തോന്നാൽ രണ്ടാമതായി പറയുന്ന കാര്യമാണ്, ഞാൻ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിരുന്നുവെങ്കിൽ എന്റെ ജീവിതം എത്രയോ മെച്ചപ്പെട്ടു പോയേനെ. ഉണ്ടായിരുന്നു, പോയല്ലേ? ഇപ്പൊ ഉണ്ടായിരുന്നതിനെ പറ്റി നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഞാൻ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം എത്രയോ മെച്ചപ്പെട്ടു പോയേനെ. ഇതും ആൾക്കാർക്കുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അവൻ എന്നോട് അങ്ങനെ പെരുമാറിയത് കൊണ്ടല്ലേ ഞാൻ അവനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പെരുമാറിയത് എന്ന് അവൻ പെരുമാറിയതിന് തെറ്റാണെന്ന് പറയും. ഇങ്ങനെയും പറയാറുണ്ടല്ലോ. ഇത് സ്ഥിരം, ഇതില്ലാന്ന് ആരും പറയരുത്. എല്ലാവരും പറയും അവരങ്ങനെയാണ്,
പെരുമാറിയത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറിയത് പറയും അല്ലെ. മൂന്നാമത്, അവൾ എന്നോട് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവക്കിട്ട് 2 കൊടുത്തതെന്ന് 2 പെഗടിച്ചു എന്ന് ആൾക്കാരെല്ലാരും പറയും. ഇപ്പൊ നിങ്ങളെ വീട്ടിലത് അനുഭവം ഇല്ലെങ്കിലും ചോദിച്ചു നോക്കുക. 2 അടിച്ചവൻ 2 കൊടുക്കുകയും ചെയ്തു, അടി കൊള്ളുകയും ചെയ്തു. എന്നിട്ട് അവൻ പറയുന്ന പരിപാടി, അവൾ എന്നോട് ഇങ്ങനെ പെരും, ഞാൻ പറഞ്ഞപ്പോ വെള്ളം കൊണ്ടു തന്നില്ല, അല്ലെങ്കിൽ അത് ഞാൻ ഇവിടെ ആൾക്കാർ കുറവാണ്, ഇത് 2 അടിച്ചു വരുന്നത് കുറവാണ്. ഇനി യൂട്യൂബിൽ നാളെ കേൾക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു നോക്കുക ഉണ്ടോ എന്നുള്ളത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ, ഇത് വളരെ ലളിതമായി 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയെന്നുള്ളൂ. ഇത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, മറ്റാരെങ്കിലുമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിർഭാഗ്യങ്ങൾക്ക് കാരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മറ്റാരെങ്കിലുമാണ് നമ്മുടെ ഈ വിഷയങ്ങൾക്കെല്ലാം കാരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഒരിക്കലും മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത ദുർബലനായ ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ ഇവിടെ വെച്ച് മനസ്സിലാക്കുക. നിങ്ങൾ മറ്റുള്ളവരെ പഴിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, മൊത്തത്തിൽ ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അത്തരം ചിന്തകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് ചോദ്യം അല്ലെ. ചോദ്യം നമ്പർ 1 എന്നല്ലോ. ഞാൻ ഇവിടെ കാര്യമായ കാര്യം പറയുന്നു. അവിടെ ചോദിക്കുന്നു, സാറേ എനിക്ക് നാളെ ലോട്ടറി അടിക്കുമെന്ന്. ഞാൻ ഇവിടെ ഒരു ഭാഗ്യക്കുറിയൊന്നും നടത്തുന്നില്ല കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിക്കൂ കുട്ടി, ക്ലാസ് എടുക്കുന്ന ക്ലാസ്സിൽ ശ്രദ്ധിക്കൂ. ലോട്ടറി അടിക്കുമെന്ന് വെച്ചാൽ പറയാൻ ഗണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ജ്യോതിഷനൊന്നും ഇവിടെ ചെയ്യുന്നില്ലല്ലോ. ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇവിടെ എടുത്തിട്ട് വെറുതെ സമയം കളഞ്ഞിട്ട് എന്താ കാര്യമുള്ള. എന്റെ ശ്രദ്ധയും കൂടി തെറ്റിക്കരുത് കേട്ടോ. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലെ ജീവിതത്തെ നിർമ്മിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ, ഇത്ര നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽപ്പെട്ട ചിന്തകൾ നമുക്കുണ്ടായി വരുമ്പോൾ, നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ നിർമ്മിക്കുമ്പോൾ, നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെയായി തീരും നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മൾ എപ്പോഴും മറ്റുള്ളവർ സംഭവിച്ച കാര്യങ്ങളെ പറ്റി പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അത് തന്നെ ആയിരിക്കും സംഭവിക്കുന്നതെന്ന നഗ്നസത്യം ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കി വെക്കുക. നമ്മൾക്കുണ്ടാവുന്ന എല്ലാ വിഷയങ്ങൾക്കും, അത് നമ്മൾ ഒരാളെ പറ്റിച്ചു പോവുകയാണോ, നമ്മളെ ഒരാൾ വഞ്ചിക്കുകയാണോ, നമ്മൾ കൊടുത്ത പണം നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കുകയാണോ, നമ്മുടെ ബിസിനസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ സംഭവിക്കുന്നില്ലയോ, ഇതിനൊക്കെ പൂർണ്ണ ഉത്തരവാദി നമ്മളാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ ചിന്തകളാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുക. ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും മാത്രമല്ല ഉണ്ടാവുക. ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും. അത് സ്വാഭാവിക പ്രക്രിയയാണ്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ അതിന് ജീവിതം എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റെന്തോ ആണത്. അപ്പോൾ എന്നാൽ സ്ഥിരമായി ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം ദുർബലരാകുന്ന, അങ്ങനെ ചിന്തിക്കുന്ന രീതി തീവ്രമായ നിരാശയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടെത്തിക്കും എന്നുള്ളത് ഒരുപാട് റിസർച്ചുകളിലൂടെ മനസ്സിലാക്കുന്ന സാധനം. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ജീവിതത്തെ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവും. ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ സംസാരിക്കാൻ വന്നു. അവര് തുടങ്ങിയത് മുതൽ ഒരു 1.25 മണിക്കൂർ നേരം വ്യക്തമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഒറ്റ കാര്യമായിരുന്നു, എന്റെ ജീവിതം ഇങ്ങനെയായത്, എനിക്ക് വയ്യ, ഇങ്ങനെ ആയതുകൊണ്ടാണ്, അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയത്, പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ഞാൻ 1-2 പോയിന്റ് അങ്ങോട്ട് ചോദിച്ചപ്പോ ആ മാഡത്തിന് മനസ്സിലായി, ഇതാണല്ലോ എനിക്ക് സംഭവിക്കുന്നത്, ഇതാണല്ലോ ഞാൻ മാറ്റേണ്ടത്. ഒറ്റ കാര്യത്തിൽ ഇന്നലെ ഇത് മനസ്സിലാകുന്ന ഉടനെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് തന്നെ അവർക്ക് റിസൾട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങുകയും ചെയ്തത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ സന്തോഷവും സമാധാനം മാത്രമാണെന്ന് വിശ്വസിച്ചിരിക്കരുത്. അതൊക്കെ ഉണ്ടാകും. പക്ഷേ ഉണ്ടാകുമ്പോഴും നമ്മൾ ദുർബലമായ അവസ്ഥയിൽ പോകാതെ, നമ്മൾ തീവ്രമായ നിരാശയിലേക്ക് പോകാതെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ, മറ്റുള്ളവർക്ക് ചിലപ്പോൾ നമ്മളെ തിരിച്ചറിയാനാവില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നെഗറ്റീവായി ചിന്തിച്ചു കൂട്ടാതെ, മനസ്സ് തകരാതെ നമ്മളെ തന്നെ ഉയർത്തിക്കൊണ്ട് നിർത്തേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണെന്ന് തിരിച്ചറിയുക. ചിലപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കുറ്റക്കാരായി കാണുന്ന വ്യക്തികൾ പോലും
നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരുമായിട്ടുള്ള ഒരു അമേർഷം എത്രമാത്രം എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞത് അച്ഛനും അമ്മയെ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞു, അച്ഛനും അമ്മയും അങ്ങനെ ആയിരുന്നു, ഞാൻ ഇങ്ങനെ ആയിപ്പോയനെ എന്ന് പറയുന്ന നമുക്ക് ശരിക്കും അച്ഛനും അമ്മയുമായിട്ട് യാതൊരു വിദ്വേഷവും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്ന ഒരു പല്ലവി ആവാം അത്, എങ്കിൽ പോലും അതിന്റെ ഇമ്പാക്ട്, അതിന്റെ ഇംപ്രിന്റ് നമ്മുടെ തലച്ചോറ് നടത്തുന്നത് ഭയങ്കരമായ എഫക്റ്റ് ആണ്. ഇത് മനസ്സിലാക്കി അറിയാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ പോലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ രൂപപ്പെടുത്തിയെടുക്കുകയും അങ്ങനെ തന്നെ സംഭവിച്ചു പോവുകയും ചെയ്തു. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്ന, ലോട്ടറി അടിക്കുന്നത് നമ്മുടെ മൈൻഡിന്റെ പ്രത്യേകതയാണ്. മൈൻഡ് അതിനു മുമ്പേ പ്രിപ്പയർ ആയതുകൊണ്ടാണ് ഈ ടെക്നിക്സ് എല്ലാം വർക്ക് ചെയ്യുന്നത്. എല്ലാ ടെക്നിക്കിന്റെയും ബേസ് എന്ന് പറയുന്നത് മൈൻഡ് തന്നെയാണ്. ആ മൈൻഡിൽ എത്രത്തോളം വിശ്വാസമുണ്ടോ അത് അവിടെ സംഭവിക്കും. അപ്പോൾ നമുക്ക് എന്താണ് എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത് എന്നതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റി കൃത്യമായി ഫോക്കസ് നടത്തുക. അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് വേണ്ട രീതിയിൽ, ഈ പറഞ്ഞ പോലെ സാമ്പത്തിക വിഷയമാണോ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ബന്ധങ്ങളുടെ വിഷയങ്ങളാണോ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരു ആളോട് അവരുടെ ഭർത്താവ് സ്ഥിരമായി മദ്യപിച്ചു വരുന്നത് കൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവർ കരഞ്ഞും വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ഉടനെ ചെയ്യുക എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇന്നും അവർ മെസ്സേജ് അടിച്ചപ്പോൾ കഴിഞ്ഞ ഒരു 10 ദിവസത്തിലധികമായി ഇന്നേ വരെ ആ മനുഷ്യൻ ഒരു തുള്ളി മദ്യപാനം കഴിച്ചിട്ടില്ല. അവർ ആത്മാർത്ഥമായി അത് ചെയ്യുന്നത് കൊണ്ട് ആ വീട്ടിൽ ഒരു സ്വസ്ഥതയ്ക്കും കുറവില്ല, സന്തോഷപൂർവ്വം പോകുന്നുണ്ട്. എന്നും അങ്ങനെ തന്നെ ആയി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് മൈൻഡ് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. എന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ എന്ന ചോദ്യത്തിൽ മാറ്റി എന്റെ ജീവിതം എന്തുകൊണ്ട്, എന്റെ ജീവിതം എങ്ങനെയാവണം എന്നതിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ ഇവിടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാവും. എപ്പോഴും ഇത് എങ്ങനെയാണ് മാറ്റപ്പെടുന്നത് വെച്ചാൽ മനസ്സിന്റെ ക്രമീകരണങ്ങളിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. മറ്റെല്ലാ ടെക്നിക്കുകളും നമുക്ക് ഉപയോഗിക്കാം, അതിനെല്ലാം ആവശ്യം മനസ്സിന്റെ ക്രമീകരണങ്ങൾ നടത്താനാണ്. മൈൻഡിനെ ക്രമീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇതെല്ലാം സാധ്യമാകും. ഇതിനാണ് ഞാൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജേർണി ടു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ പുസ്തകം, അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്ന പുസ്തകത്തിന് അത് ഒരു ഭാഗം മാത്രമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, കുറച്ചായിട്ട് പറഞ്ഞു പോകുന്നത്, ബാക്കി അതിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ കൃത്യമായി പറഞ്ഞു. അതിന്റെ ഫുൾ ആയിട്ടുള്ള കോഴ്സാണ് ജേർണി ടു ഹാപ്പിനെസ് അല്ലെങ്കിൽ മനസ്സൊരു വിസ്മയം എന്ന പുസ്തകത്തിൽ ഇതെല്ലാം കൃത്യമായി പറഞ്ഞു തരും. അപ്പൊ നമുക്ക് എങ്ങനെ മാറ്റാം, എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ മാറ്റുന്നത്, പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്വിക്കായിട്ട് ഒരു 5 പോയിന്റ് പറഞ്ഞുതരാം. ബാക്കിയൊക്കെ നമുക്ക് ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ തോട്ട്സ് ഉണ്ട് എന്ന് കരുതുന്നവർ ഉടനെ തന്നെ അഡ്മിനെ ബന്ധപ്പെടുക, ജേർണി ടു ഹാപ്പിനെസ് പഠിക്കുക. ബാക്കി ഇത്തരം ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുക, ഇത് പ്രാക്ടീസ് ചെയ്യുക. നേരത്തെ കാണിച്ച പോലെ ഇവിടെ ഒന്ന് പറയും, അവിടെ ഒന്ന് കേൾക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ ഞങ്ങൾ സ്ഥിരം ഈ മോട്ടിവേഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. നമ്മൾ 10 പേരെ ക്യൂല് നിർത്തിയിട്ട് ഒരാളോട് ആംഗ്യത്തിലൂടെ ഒരു സാധനം കാണിച്ചു കൊടുക്കും, എന്നിട്ട് മറ്റാൾക്ക് പാസ് ചെയ്യാൻ പറയും. നമ്മളിവിടെ ഒരു കഥയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക, 10 പേര് പാസ് ചെയ്തുമ്പോൾ 10ാമത്തെ ആളെത്തുമ്പോൾ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമായിരിക്കും അവിടെ അവർക്ക് സ്വീകരിക്കാം. നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ ആവരുത്. ഞാനിവിടെ എന്തോ പറയുന്നു, നിങ്ങൾ വേറെന്തോ ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ വേറെന്തോ എഴുതി വെക്കുന്നു. ക്ലാസ് കഴിയുമ്പോൾ ക്ലാസ് അടിപൊളി, എന്തോ പറഞ്ഞു, എന്താ അതിൽ ഓർമ്മയില്ലാത്ത അവസ്ഥ ആവരുത്. ദയവ് ചെയ്ത് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ആ പോയിന്റിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, മനസ്സിന്റെ ആകൃതിയും പ്രശ്നത്തിന്റെ സ്വഭാവവും നിങ്ങൾ നിർണയിക്കുകയാണ്. നമ്മൾ ഏത് സമയത്താണ് ഇങ്ങനെ പറഞ്ഞത്, എന്താണ് നമുക്ക് അപ്പോഴുണ്ടായ ചിന്ത, അതേ ആ സമയത്ത് നമ്മുടെ മനസ്സ് ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത്. ചിലപ്പോൾ ചില ദേഷ്യം കൊണ്ട് പറഞ്ഞതാവാം, സങ്കടം കൊണ്ട് പറഞ്ഞതാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് പറഞ്ഞതാവാം, അതുമല്ലെങ്കിൽ സ്വയം കുറ്റബോധം കൊണ്ട് പറഞ്ഞതാവാം. എന്ത് തന്നെ ആയാലും ആ കാരണത്തെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ്, ഇതെല്ലാം സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ മനസ്സിന്റെ ആ സമയത്തുള്ള ആകൃതിയും പ്രശ്നത്തിന്റെ സ്വഭാവം, അപ്പോൾ നടന്ന ആ പ്രശ്നത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുക. നിങ്ങള് എന്താ പറയാ, ഇപ്പൊ ഇവിടെ കൂടുതൽ ലേഡീസ് ആയതുകൊണ്ട് പറയാണ്, ഭർത്താവ് വന്നിട്ട് എന്തെങ്കിലും നിങ്ങൾ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പറയുമ്പോഴായിരിക്കും എന്നാ പിന്നെ എന്റെ ജീവിതം ഇങ്ങനെ ആയതിന് കാരണം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പോവുക അല്ലെ. അപ്പോൾ അതിന്റെ ശരിയായ ട്രിഗറിങ് പോയിന്റ് ആ വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ചാൽ ചിലപ്പോ
ആ വ്യക്തിയുടെ അകത്ത് ചേർന്ന വെള്ളത്തിന്റെ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാത്ത വെള്ളത്തിൻ്റെതാവാം. ഏതുമാവാം, രണ്ടും ഉണ്ടല്ലേ. ചില ആൾക്ക് വീട്ടിൽ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടണം, അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല, അപ്പോഴും ഇത് സംഭവിക്കാം. അല്ലെങ്കിൽ അവരുടെ അകത്ത് ഓൾറെഡി ചെന്ന വെള്ളത്തിന്റെ ഇത് അതാണ് ഞാൻ ചോദിച്ചത്. ആ പ്രശ്നത്തിന്, ആ സംഭവം നടന്നതിന് സ്വഭാവം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്നോ അനുഭവത്തിൽ നിന്നോ നമ്മൾ പഠിക്കുക എന്നുള്ളത്, നമ്മൾ അതിന് കൃത്യമായി പഠിക്കുക എന്നുള്ളത്, അതിനെ മറികടക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആരിലാണ്? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇത്തരം സന്ദർഭങ്ങളിലെ ഈ വിഷയങ്ങളെ പൂർണ്ണമായും അതിനെ പരിഹരിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണെന്ന് പറഞ്ഞു? യെസ്, ഞാൻ ചാറ്റ് ബോക്സ് ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞോളൂ. ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അവനവന്റെ പേര് എഴുതി വെക്കുക, മറ്റാരെയും പേര് എഴുതി വെക്കില്ല കേട്ടോ. എല്ലാം കൂടി ദിനേശ് സാറിന്റെ എഴുതിയേക്കല്ലേ, നടക്കൂല. ഓക്കെ, ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതായത് ഈ സാഹചര്യം എന്നെ എന്താണ് പഠിപ്പിച്ചത്, വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഈ സാഹചര്യം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ നിന്നും നമ്മൾ ആ കൃത്യമായ ആ കാര്യത്തെ മനസ്സിലാക്കി അടുത്ത തവണ അത് ആവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണോ, ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണോ? ഒന്ന് ടൈപ്പ് ചെയ്ത്. ആവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണോ, ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണോ, ആവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം? 1 2 എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കുറെ ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വേണ്ട അല്ലെ. ആവർത്തിക്കാതിരിക്കാനുള്ള 1 ആവർത്തിക്കാനുള്ളത് 2. ആവർത്തിക്കാതിരിക്കാനുള്ളത് 2. ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ആരാണ്? നമ്മുടെ മനസ്സിൽ അത് സ്വീകരിക്കണം. ആവർത്തിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ നടന്ന ആ ഒരു സിറ്റുവേഷൻ ഇനി ജീവിതത്തിൽ ആവർത്തിക്കരുത്. അത് അന്നത്തോട് തീരണം, അത് പഠിക്കണം. വീണ്ടും നമ്മൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സാഹചര്യം, സംഭവിച്ച ആ സാഹചര്യത്തെ ഒരു അനുഗ്രഹമായി കാണാൻ കഴിയണം. അതെന്താ അങ്ങനെയല്ലേ? സംഭവിച്ച അപ്പോൾ നമുക്ക് തോന്നിയ സന്ദർഭത്തെ ഒരു അനുഗ്രഹമായി കാണാൻ സാധിക്കണം. എന്തിനാണെന്നറിയോ? എന്തുകൊണ്ടല്ലേ നമുക്കത് മനസ്സിലായത്? ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന സിറ്റുവേഷൻ ഇനിയിപ്പോ നിങ്ങൾ ആ സന്ദർഭം വരുമ്പോൾ ഓർക്കുമല്ലോ. അങ്ങനെ ഒരു സന്ദർഭം വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഓർക്കാൻ പറ്റിയതും. അപ്പോൾ അതിന് ആ അനുഗ്രഹമായി ഗ്രാറ്റിറ്റ്യൂഡ് നൽകണം. എന്നെ തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചു, എനിക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടായി എന്ന് അനുഗ്രഹത്തോട് പറയണം. എന്നിട്ട് നമ്മൾ അതിനെ മാറ്റപ്പെടുത്തണം. വെറുതെ അനുഗ്രഹത്തോട് കണ്ടാൽ മാത്രം പോരാ, നമ്മളത് മാറ്റിയെടുക്കാനുള്ള പ്രവണത. യെസ്, ഇതിൽ നിന്നും ഞാൻ പഠിച്ചു, ഒരു പാഠം പഠിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ആവർത്തിക്കാതിരിക്കണം. 3ാമത്തെ കാര്യം, ഇതിൽ എനിക്ക് എന്താണ് ഗുണം നേടാനായത് എന്ന് ചിന്തിക്കണം. ഇതിൽ നിന്നും എനിക്ക് എന്ത് ഗുണമാണ് ലഭിച്ചത് എന്ന് ചിന്തിക്കണം അല്ലെ. ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഈ സിറ്റുവേഷൻ എന്നെ ചിന്തിപ്പിച്ചു, ഇനി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കരുത് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാവണം. 3 കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് സംഭവിക്കുന്ന എവിടെയാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു ബിസിനസ് തുടങ്ങി. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലോസ് ആയെന്ന് വരാം, ചിലപ്പോൾ നന്നായി പെർഫോം ചെയ്തെന്ന് വരാം. രണ്ടുമുണ്ട്. പക്ഷെ ഈ നന്നായി പെർഫോം ചെയ്താൽ പിന്നെ സന്തോഷമാണല്ലോ അല്ലെ. നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയാൻ പോകും, നഷ്ടം സംഭവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാൻ പോകുന്ന കാര്യമാണ്, എനിക്ക് ബിസിനസ് പറ്റില്ല, ഞാനിത് ചെയ്താൽ ശരിയാവില്ല, ഇതെങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്തൊഴിവാക്കിയാൽ മതിയായിരുന്നു, എന്റെ വീട്ടുകാരെല്ലാവരും ഇങ്ങനെയാ പറയണത് എന്നുള്ള നിരന്തരമായ എനിക്കുള്ള അനുഭവമാണ്. ഞാൻ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്റെ വീട്ടിലെല്ലാവരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിനക്ക് ബിസിനസ് പറ്റില്ല, നീ ചെയ്യരുത്, നന്നാവില്ല, നീ ഒരിക്കലും ശരിയാവില്ല. ദൈവാദിനം കൊണ്ട് 27 വർഷമായിട്ട് എനിക്ക് ബിസിനസ് നഷ്ടമൊന്നും, ഞാൻ സന്തോഷപൂർവ്വം ജീവിച്ചു പോകുന്നു, സമാധാനം ജീവിതം. പക്ഷെ മറ്റുള്ളവർക്ക് അത് സഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഇതിപ്പോഴും ഉള്ളതാണ്. അപ്പൊ അതുപോലെ പലർക്കും ഉണ്ടാവാം. ഞാൻ നാളെ ആരെങ്കിലും എന്റെ വീട്ടുകാർ കേൾക്കുന്നതിന് കേട്ടോട്ടെ എന്ന് എഴുതി പറഞ്ഞു, കേട്ടാലും കുഴപ്പമില്ല, എനിക്ക് സന്തോഷമാണ് ആ കാര്യത്തിൽ. അവരെല്ലാവരും പറഞ്ഞ് ബിസിനസ് ചെയ്തത്, ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നത്, കാരണം ചെറുപ്പത്തിലേ ഉണ്ട്, ഇപ്പോഴും സന്തോഷവും ചെയ്തോളൂ.
ഓക്കെ, അതെന്ത് കണ്ടുപിടിച്ചു. അപ്പൊ അതുപോലെ നമ്മളുടെ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഓരോ കാര്യം പറയുമ്പോഴും ഇതിൽ നിന്ന് എന്ത് നമ്മൾ പഠിച്ചു എന്നാൽ 3 കാര്യങ്ങൾ പഠിച്ചു. എന്താണ് എന്നെ ഇത് പഠിപ്പിക്കാൻ ശ്രമിച്ചത്, ഉദ്ദേശിച്ചത്. രണ്ടാമതായി, ഇത് ഒരു അനുഗ്രഹമാണ് എനിക്ക്, കാരണം ഞാൻ ഒരു രീതിയിലും തോറ്റു കൊടുക്കാതെ മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹമായി എനിക്ക് മാറണം എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഇതിൽ എനിക്ക് എന്ത് ഗുണമാണ് ലഭിച്ചത്. എന്താണ് എനിക്ക് ഗുണം ലഭിച്ചത്? ഞാൻ ആർജവത്തോടെ നിൽക്കാനുള്ള ഗുണം ഇവിടെ നിന്നാണ് ലഭിച്ചത്. ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക. അപ്പോൾ മനസ്സിന്റെ ആകൃതിയും അല്ലെങ്കിൽ മനസ്സിന്റെ ആ സമയത്ത് സിറ്റുവേഷൻസിനെയും അല്ലെങ്കിൽ അത് ഉണ്ടാവാനുള്ള സ്വഭാവത്തെയും കൃത്യമായി നിർണയിച്ചു വെക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇനി അടുത്ത കാര്യം, ഞാൻ പറയാൻ പോകുന്നത് കുറ്റം പറയുന്ന മനോഭാവം എങ്ങനെയാണ് മാറ്റുക. ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നല്ലേ, കുറ്റം പറയുക എന്നുള്ള എല്ലാവർക്കും ഉള്ള കാര്യം. ഈ സംഭവം എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ്. നമ്മളെ കുറ്റം യെസ്, ഇപ്പോഴും 2 വന്നു. കുറ്റം പറയുന്ന മനോഭാവത്തിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പറയുന്നത് കുറ്റമാണെന്നുള്ള ബോധത്തോടു കൂടിയാണ് പലരും പറയുന്നതല്ല. 80% ആൾക്കാർക്കും അറിയാം ഞാൻ ഈ പറയുന്നത് നെഗറ്റീവാണ്, പാടില്ലാത്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇത് ആർക്കാണ് മാറ്റാൻ പറ്റുക? അവർക്ക് മാത്രമല്ലേ മാറ്റാൻ പറ്റുള്ളൂ. ഒരു കാര്യത്തിൽ മറ്റുള്ളവരാണ് ഉത്തരവാദികൾ എന്ന വികാരം നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഉന്മേഷം സൃഷ്ടിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ ആരെ കുറ്റപ്പെടുത്തിയാലും നമുക്കതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല. വെറും തോന്നലാണ്. ശ്രീജ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ആലീസ് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുമെങ്കിലും അതിലൊന്നും ആ പറയുന്ന ആൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല. അവർക്ക് തന്നെ തോന്നും, ഞാനിത് പറയണ്ടായിരുന്നല്ലോ. തൊട്ടടുത്ത നിമിഷത്തിൽ അവർക്ക് തോന്നും ഞാനിത് പറയണ്ടായിരുന്നല്ലോ. എന്ന് വെച്ചാൽ അവർ ബോധം പറയുന്നുവെങ്കിലും അത് സ്വയം ഒരു നെഗറ്റിവിറ്റി അവരുണ്ടാക്കുന്നു. ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെ ചില കാര്യങ്ങളെ നെഗറ്റീവും പോസിറ്റീവും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മറ്റൊരാൾക്കല്ല ഇത് നെഗറ്റീവ് ആവുന്നത്, നമുക്ക് തന്നെയാണ് നെഗറ്റീവായി മാറുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധം വരുമ്പോൾ അത് മാറ്റാൻ നമ്മൾ തന്നെ മനസ്സ് വിചാരിച്ചാൽ മതി, ഒഴിവാക്കിയാലും മതി. ചില സമയത്ത് മൗനം ആർക്കാണ് ഭൂഷണം? ഞാനല്ലല്ലേ. മൗനം എനിക്ക് ആർക്കാണ് ഭൂഷണം? അത് എന്റെ പേരല്ലല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയ, മൗനം ആർക്കാണ് ഭൂഷണം എന്ന്? അതിൽ ഞാനില്ല എന്ന് പറയുന്നവരെന്ന് പറഞ്ഞേ, യെസ് മീ എന്ന് പറഞ്ഞ്. മൗനം എനിക്ക് ഭൂഷണമല്ല എന്ന് പറയുന്നവരൊന്നും ഒന്ന് ടൈപ്പ് ചെയ്ത്. ഓക്കെ, വെറുതെ ഒന്നിതാക്കിയതാണ്. അപ്പോൾ നമ്മളുടെ പരിതസ്ഥിതി അല്ലെങ്കിൽ കുടുംബം, കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, ഇതൊക്കെയാണ് പലപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നമ്മൾക്ക് കാരണമായി മാറിയത്. അത് നമുക്ക് മാറ്റാൻ സാധിക്കുന്ന, അല്ലെ, വളരുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കുട്ടിക്കാലത്തെ കാര്യങ്ങൾ വീണ്ടും കൊണ്ടു നടക്കുകയാണെങ്കിൽ, പണ്ട് പഠിച്ചതൊക്കെ അതേപോലെ നമ്മൾ പാടുകയാണെങ്കിൽ, പാടുക എന്ന് വെച്ചാൽ ആ പാട്ടല്ല കേട്ടോ, പാടുകയാണെങ്കിൽ പിന്നെ നമ്മൾ വളരുന്നു എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ വളരുകയാണോ വിളരുകയാണോ ചെയ്യുന്നത് എന്ന് സ്വയം ബോധത്തോടെ ഉപയോഗിക്കുക. അപ്പോൾ പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് കൊണ്ടു നടന്ന അനുഭവങ്ങളോ മാനസികമായ ആഘാതങ്ങളോ ഒക്കെ ഉണ്ടാവാം, സാമ്പത്തികമായ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബോധപൂർവമായ പ്രവർത്തനത്തിലൂടെ നമുക്കത് മാറ്റാൻ സാധിക്കും. അവിടെയാണ് വീണ്ടും നമ്മൾ പറയുന്നത്, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനെ മാറ്റാൻ സാധിക്കുക? എങ്ങനെയാണ് ഈ മനോഭാവം മാറ്റാൻ സാധിക്കുക? എങ്ങനെ മാറ്റാൻ പറ്റും? നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ്, നമുക്കുള്ള നെഗറ്റീവ് മെന്റാലിറ്റി മാറ്റാൻ നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന 2 പ്രക്രിയകൾ ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾ എല്ലാവരും നോക്കട്ടെ, എത്ര പേർക്ക് അത് ഓർമ്മയുണ്ട് നോക്കട്ടെ. 2, 3, 4 ഒക്കെ ഒരുപാട് എണ്ണം ഉണ്ട്, എന്നാൽ 2 എണ്ണമെങ്കിലും ഒന്ന് പറഞ്ഞു. നെഗറ്റീവ് ചിന്താഗതികളെ മാറ്റാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന 2 മെത്തേഡുകൾ ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഓരോ ആൾക്കാരും. എന്റെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവരല്ലേ? പോരട്ടെ, 2 മെഡിറ്റേഷൻ വന്നു. പിന്നെ എല്ലാവരും മെഡിറ്റേഷൻ 2 ശുഭാപ്തി വിശ്വാസം, ശുഭചിന്തകളും. കറക്റ്റ്. ഓക്കെ, 2 വന്നു. യെസ്,
കറക്റ്റ്. ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് മെഡിറ്റേഷൻ. നന്ദി പറയുക, എല്ലാത്തിനും നന്ദി പറയുക, നന്ദി പറയുക, ശുഭാപ്തി വിശ്വാസത്തോട് ഇരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, അഫ്രിമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. അഫ്രിമേഷൻ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് തിങ്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവിന് നമുക്ക് തിങ്ക് ചെയ്യണമെങ്കിൽ അതിന് സാഹചര്യങ്ങൾ വരണം കേട്ടോ. അപ്പോൾ മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അഫ്രിമേഷൻസ് ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ സാധ്യമാക്കുന്ന സാധനങ്ങളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ ചൈതന്യത്തിന് സ്രോതസ്സാണ് എന്ന് പറയുന്ന പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ ഒരു 1-2 ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ വല്ലാതെ ആഹാ വരട്ടെ സന്തോഷത്തെ വരട്ടെ എന്നാണ്. അതിങ്ങനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ. ആരെ മുമ്പിലും ഇങ്ങനെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്ന ഒരു കാര്യം. അങ്ങനെ നമ്മൾ ഓൾറെഡി അങ്ങനെയാണെന്നുള്ള നന്ദി പറയുന്നത് കൊണ്ടാണ് അങ്ങനെ. ഇനിയിപ്പോ അവിടെ മറ്റൊന്നും പറയാൻ സാഹചര്യമില്ലാത്ത കാരണം നമ്മളതിന് നന്ദിയോടുകൂടി എപ്പോഴും സ്മരിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നന്ദി അത്രയും പ്രാധാന്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യത്തിൽ കിടക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ്, എഫർമേഷൻസ്, അതുപോലെ തന്നെ മെഡിറ്റേഷൻസ്, 3 പ്രക്രിയകൾ ലളിതമായി ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാവും. പക്ഷെ ഇതെല്ലാം കൃത്യമായി പഠിപ്പിച്ചു തരുന്ന കോഴ്സിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യാവോ, മറന്നു പോകരുത്. ഇത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം. ജേർണി ടു ഹാപ്പിനെസ്, സന്തോഷത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പുതിയൊരു കോഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം പ്രോഗ്രാം വരുന്നവർക്ക് ഞാൻ ഡിസ്കൗണ്ട് കൊടുത്തിരുന്നു. അപ്പൊ ഇവിടെ വീണ്ടും നിൽക്കുന്നു. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഓൾറെഡി തുടങ്ങാൻ പോവുകയാണ്. വേണ്ടവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തുകൊള്ളുക എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്, ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ് എപ്പോഴും ഓൺ ആണ്. ഓഫറോട് തന്നെ നടക്കുന്നത്. 10,000 രൂപ ഫീസുള്ള കോഴ്സാണ്. എപ്പോഴും ഓഫർ തന്നെ പോകുന്നുണ്ട്. വേണ്ടവർ ജോയിൻ ചെയ്യുക, മനസ്സിനെ മാറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ സങ്കല്പങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങൾ എന്താ പറയാ, സങ്കല്പങ്ങളെ മാറ്റുക എന്നുള്ളത്. അതാണല്ലോ ഇല്ലാത്തതല്ലേ. എന്റെ ജീവിതത്തെ പറ്റി എനിക്ക് കൃത്യമായ സങ്കല്പങ്ങളേ ഇല്ല, പിന്നെന്താ മാറ്റുന്നത്? ഞാൻ ആ വാക്ക് ഇവിടെ തിരുത്തി എഴുതുകയാണ്. പലരോടും സംസാരിച്ചപ്പോൾ, ഇന്നും ഞാൻ പലരോടും സംസാരിച്ചപ്പോൾ എന്താണ് ജീവിതത്തിൽ ആവേണ്ടതെന്ന് ചോദിച്ചതിന് അയ്യോ അങ്ങനെയൊന്നും ഇല്ല സാറേ, എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും ആയിത്തീരുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും എന്ന് കൂടി ഓർക്കുക. എന്താണോ ആയിത്തീരേണ്ടത് എന്ന് കൃത്യമായ സങ്കല്പം നമുക്കുണ്ടെങ്കിൽ, നമുക്ക് വ്യക്തമായ ബോധം നമുക്കുണ്ടെങ്കിൽ, ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ ഇതെല്ലാം അവിടെ മാറ്റപ്പെടും. കാരണം അതിനൊന്നും പിന്നെ സമയം ഉണ്ടാവില്ലേ. കാരണം നമുക്ക് കൃത്യമായ സ്ഥലത്തേക്ക് പോകാനുണ്ടെങ്കിൽ വഴിയിലുള്ള പിച്ചയും പഴുതാരയും വിച്ചിലും ഒക്കെ നമുക്ക് യാതൊരു തരത്തിൽ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല. കുറേ ദൂരം നടക്കാനുണ്ടെന്ന് പറയുമ്പോൾ വഴിയിലുണ്ട് മുള്ളും ഒക്കെ നമ്മുടെ ശ്രദ്ധയിലേ ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഇത്തരം നെഗറ്റീവ് കാര്യങ്ങളൊന്നും നിൽക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ലക്ഷ്യം ഉണ്ടായാൽ അത് ഒരു തടസ്സവും ഉണ്ടാവില്ല. അത് കൃത്യമായി നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും, നമ്മളത് നേടുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം ആർക്കാണ്? നമ്മുടെ മനോനിയന്ത്രണം നമുക്കാണെന്നുള്ള പൂർണ്ണ ബോധത്തിലൂടെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. അത് ഒരിക്കലും അത്തരം അവസ്ഥകൾ നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പോലും നമുക്കറിയില്ല. നമുക്ക് വെറുതെ സമയം കുറെ ഉള്ളത് കൊണ്ടാണ് അവൾ എന്ത് പറഞ്ഞു കാണും, അവൻ എന്ത് ചെയ്ത് കാണും, അവരെങ്ങനെ എന്നെ കാണുന്നുണ്ടാവും എന്നൊക്കെ നോക്കി സമയം ചെലവഴിക്കുന്നത്. ബീനാമധു ഇതൊക്കെ ആലോചിച്ചാൽ ഇതിപ്പോ ഇങ്ങനെ തന്നെയാണോ സംഭവിക്കുന്നത് എന്നാലേ ആലോചിച്ചില്ല. ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്, യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോ കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ കൃത്യമായ തോട്ട്സുകളെ അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങളെ മാറ്റി എഴുതണം എന്നുള്ളത് എപ്പോഴും പറയും. ഞാൻ സന്തോഷവാനല്ല എന്ന് പറയുന്നയാൾ മനസ്സിലാക്കുക. അവർക്ക് എന്ത് സംഭവിക്കും? അറിയാതെ പറഞ്ഞു പോകുന്നു. എന്ത് പറയാനാന്നേ, ഇപ്പൊ പ്രത്യേകിച്ചൊന്നും വിശേഷങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന ലളിതമായി പറഞ്ഞു പോകുന്ന ആൾക്കാർ അറിയുക, നിങ്ങൾ പറയുന്നത് ലളിതമാകും, പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ രൂപപ്പെടുത്തുന്ന ആൾ അതിനെ ശേഖരിച്ചു വെക്കും. എവിടെയെങ്കിലും സന്തോഷിക്കാൻ സമയം കിട്ടിയാലും പുള്ളി പറയും ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഞാൻ മനസ്സിനുള്ളിൽ നിന്ന് സന്തോഷമാകാൻ
സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്ക് മനസ്സിനെ രൂപപ്പെടുത്തി കൊണ്ടുപോകേണ്ട അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇത് ക്ലാസ്സിൽ ഞാൻ വളരെ കൃത്യമായി തന്നെ ജേർണി ടു ഹാപ്പിനെസ് പഠിപ്പിക്കുന്നുണ്ട്. മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, അഫ്രിമേഷൻ ചെയ്യുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, മിറർ ടോക്കുകൾ നമ്മൾ ചെയ്യണം. മിറർ ടോക്കിലൂടെ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് മിറർ ടോക്ക് എന്ന്. അതെന്താണ് ഇപ്പോൾ ചോദിച്ചേക്കരുത്, ആ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് മാത്രമേ പറഞ്ഞു തരുള്ളൂ. സീക്രട്ട്, വളരെ സീക്രട്ടായ കാര്യമാണ്. അഡ്മിന്മാരെ വിളിക്കുക. ഓക്കെ, മിറർ ടോക്സ് നിങ്ങൾക്ക് അറിയാത്തവർ ആരും ഇല്ല അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. എന്നാലും ഒരു കാര്യം പറയാം, നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ മിറർ ടോക്ക് ടെക്നിക്ക് നിങ്ങൾ പുറത്തെവിടെയും കേട്ട പോലെ അല്ല കേട്ടോ, മറ്റൊരു രൂപത്തിലാണ്. അതുകൊണ്ട് മിറർ ടോക്ക് എനിക്ക് അറിയാമല്ലോ എന്ന് ആരെങ്കിലും വിശ്വസിച്ച് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ചേരാതിരിക്കണ്ട. ഇത് വ്യത്യസ്തമാണ്. ഇത് വേറൊരു മിററാണ് കേട്ടോ, ആ മിറർ അല്ല, വേറൊരു മിററാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോ അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിലെ ക്രമപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യം മറക്കാതിരിക്കുക. എങ്ങനെയാണ്? റിഫ്ലക്ട് യുവർ ഓൺ ഡേ എന്ന് പറയുന്ന കാര്യം, നിങ്ങളുടെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളായിട്ട് പാകം ചെയ്യണം, നമ്മളായിട്ട് തീരുമാനിക്കണം. രാവിലെ ഇരുന്ന് എഴുതുന്നവരുണ്ട്, എന്റെ ദിവസം ഇങ്ങനെ ആയിരിക്കണം. അവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കാം ദിവസം, യാതൊരു സംശയമില്ല, ഒരു ഡൗട്ടും വേണ്ട. കൃത്യമായി പ്ലാൻ അപ്പാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ നേരത്തെ സജീവ് നേരത്തെ പറഞ്ഞു, കാരണം ഈ ടെക്നിക്ക് ചെയ്ത് പോയി എങ്ങനെ പൈസ വന്നു, കച്ചവടം വന്നു എന്ന് എനിക്കറിയില്ല. കച്ചവടം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഒന്നുമല്ല, നമ്മൾ രാവിലെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും കച്ചവടം വരണമെന്ന് നമ്മൾ എന്ത് ചെയ്തു? റിഫ്ലക്ട് ചെയ്തു. നമ്മൾ അതിനെ തീരുമാനിച്ചത് അത് തന്നെ സംഭവിക്കും. എഴുതിയും കൂടി വെച്ച് കഴിഞ്ഞാൽ 100% സംഭവിക്കും. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നിൽക്കുക. ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള ടെക്നിക്കൽ, ലോ ഓഫ് ഫോക്കസ് പോലുള്ള ടെക്നിക്കൽ ഉപയോഗിക്കുക. എന്നിട്ട് ജീവിതത്തെ മാറ്റപ്പെടുത്തിയെടുക്കുക. അപ്പോൾ അവസാനം ഒരു ചോദ്യം കൂടി, എന്റെ ജീവിതം എന്താ ഇങ്ങനെ എന്നാണോ, എന്റെ ജീവിതം എന്തുകൊണ്ടാണ് അങ്ങനെ അല്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് ഒന്ന് മാറ്റി എഴുതുക. ഒന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഒന്നൊന്ന് ടൈപ്പ് ചെയ്തോളൂ. എന്റെ ജീവിതം എന്താ ഇങ്ങനെയെന്ന് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നൊന്ന് താഴെ ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ എന്റെ ജീവിതം എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്നുള്ള ചോദ്യമാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഒറ്റ ലൈനിൽ പറഞ്ഞു പോകാം. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവാണെന്ന് മറക്കാതിരിക്കുക. നിങ്ങളുടെ ഭാവി ആരുടെ കയ്യിലാണ്? എന്റെ ഭർത്താവിന്റെ കയ്യിൽ, എന്റെ മകന്റെ കയ്യിലല്ലേ? നിങ്ങളുടെ ഭാവി ആരുടെ കയ്യിലാണ്? നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് നടത്തി. ഇനി മേലിൽ ഇത്തരം ചോദ്യങ്ങളായിട്ട് ആരും വന്നേക്കരുത് ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. യൂട്യൂബ് കാണുന്നവരും ഫേസ്ബുക്ക് കാണുന്നവരും ഒക്കെ താഴെ ഫോളോ ബട്ടണോ കമന്റ് ബട്ടണോ സബ്സ്ക്രൈബ് ബട്ടണോ അമർത്താൻ മടി കാണിക്കാതിരിക്കുക. കാരണം അത് നന്ദിയുടെ ഒരു ഭാഗമായി മാറും. ആ നന്ദി നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ എന്നിലേക്കും നന്ദി എത്തും. അപ്പോൾ ഞാൻ വീണ്ടും പുതിയ ഇതുപോലെ ക്ലാസ്സുകളുമായി നന്ദിയോടെ നിങ്ങളെ കയ്യിൽ വരും. അപ്പൊ മറക്കാതിരിക്കുക. യൂട്യൂബിന് ഒരുപാട് കാണുന്ന നമ്മളെ നിങ്ങൾ കണ്ടില്ല, ഫേസ്ബുക്ക് ഒരു വീഡിയോ നമ്മുടെ 170,000 വ്യൂസ് ഒക്കെ വന്നിരിക്കുന്നു. യൂട്യൂബ് പോലും ഇതുവരെ അത്ര എത്തിയിട്ടില്ല. ഫേസ്ബുക്ക് ഒറ്റയടിക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അതിന് നമ്മുടെ പയ്യനോട് സ്പെഷ്യൽ താങ്ക്സ്. അവന്റെ കുറേ ദിവസത്തെ പ്രവർത്തനം, ഒരു മാസത്തെ കണ്ടിന്യൂസ് ആയ എഫേർട്ടായിരുന്നു നമ്മുടെ ശ്രീരാഗിന്റെ. അത് അവൻ കൃത്യമായി ചെയ്തപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇനി നിനക്ക് ഞാൻ തന്ന ടാസ്ക് നീ പൂർണ്ണമായി തെളിയിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി അടുത്തൊരു ടാസ്ക് നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് അവന് മറ്റൊരു ടാസ്കിലേക്ക് മാറ്റി വെച്ചു. അത് 2 മാസത്തെ ടാസ്ക്കാണ്. അത് അവൻ 100% 100% ചെയ്തു തരുമെന്ന് എനിക്ക് വാക്ക് തന്നിട്ട് അവൻ ചെയ്യുകയും ചെയ്യും. ഈ ഫേസ്ബുക്കിൽ ഒറ്റ വീഡിയോസ്, ബാക്കി എല്ലാ വീഡിയോസും ഒറ്റ വീഡിയോസ്. ഇപ്പൊ അതിനുശേഷം എല്ലാ വീഡിയോസും പറക്കാൻ തുടങ്ങി. അത്രയും നല്ല എഫേർട്ട് പയ്യൻ എടുത്തിട്ടുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. അവനോടും അവന്റെ അമ്മയോടും കുടുംബത്തോടും എല്ലാവരും പറയുന്നു. അതുപോലെ നിങ്ങൾ എല്ലാവരും യൂട്യൂബ് കാണുന്നവര് സമയം കിട്ടുമ്പോൾ ഫേസ്ബുക്കും കൂടി ഒന്ന് കാണുക. കാരണം അതിൽ ചെറിയതായിട്ടാണ് വരുന്നത്. യൂട്യൂബിൽ ഫുൾ വീഡിയോസ് ആണ് വരുന്നത്. രണ്ടും കൂടി ആകുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ ഉയരങ്ങളിൽ എത്തൂട്ടെ. താങ്ക് യു വെരി മച്ച്. എല്ലാവരും സ്നേഹത്തോടെ എന്താ പറയാ, ജീവിതം നന്നായി മാറട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. യെസ്, പറയൂ. അൺമ്യൂട്ട് ചെയ്തു, പറയാനുള്ളത്. താങ്ക് യു സർ. Thank you, sir. Thank you, sir. Thank you. Thank you, sir. 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 Thank you, sir.
താങ്ക് യു സർ. താങ്ക് യു സർ. എപ്പോഴും Sir. എപ്പോഴും അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥം ഞാൻ മഞ്ജു രാജാണേ. സാറേ ഞാൻ മഞ്ജു രാജുവാണേ. പറഞ്ഞോളൂ മഞ്ജുരാജു, പറഞ്ഞോളൂ. എനിക്കൊരു സന്തോഷമാണ് പറയാനുള്ളത്. സാറിന്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിതം ഇപ്പം പച്ച പിടിപ്പിച്ചെടുത്ത് തുടങ്ങി. ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ പകച്ചു നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാമ്പത്തികത്തിലൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് ഒന്നും ആലോചിക്കണ്ട, സാറിന്റെ ഈ വീഡിയോ കണ്ട് നോക്ക്, കുറച്ച് ക്ലാസ്സുകൾ സാറിന്റെ കണ്ട് കഴിയുമ്പം ഓക്കെ ആകുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഡെയിലി സാറിന്റെ ക്ലാസ് ഇരുന്ന് കണ്ട് അത് സാറ് പറയുന്ന ഈയുടെ ടെക്നിക്കുകളൊക്കെ കുറെ അഫർമേഷനൊക്കെ പറഞ്ഞ് എല്ലാം എഴുതി വെച്ച് ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. നാളെ അവരുടെ ഒരു കടയുടെ ഓപ്പണിംഗ് ആണ്. അതിൽ ഞാനാണ് ഒരുപാട് സന്തോഷിക്കുന്നത്. സാറിനെ കാട്ടിക്കൊടുത്തിട്ട് ഒരാൾക്കൊരു ജീവിത മാർഗം കാണിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നാളെ ഓപ്പണിംഗ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമല്ലേ. അവർക്ക് എല്ലാവർക്കും മാറ്റം ഉണ്ടായി കാണുമ്പോൾ, ആത്മാർത്ഥമായ മാറ്റം ഉണ്ടായി കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. അതാണ് ഏറ്റവും സന്തോഷം. നമുക്കും മാറ്റം ഉണ്ടാകണം, അതുപോലെ മറ്റുള്ളവർക്കും മാറ്റം ഉണ്ടാവട്ടെ. ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാരും സാറിലേക്ക് എത്തും എന്നാണ് എന്റെ ആത്മവിശ്വാസം. തീർച്ചയായും, തീർച്ചയായും. മഞ്ജുരാജ്, ജോലിയൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ? പോകുന്നുണ്ട്. വളരെയധികം നന്നായിട്ട് പോകുന്നു. വളരെയധികം ഹാപ്പിയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. യെസ്, താങ്ക് യു സാർ. അവരുടെ പുതിയ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സന്തോഷത്തോടു കൂടി നന്നായി തന്നെ ഇനാര ഡിസൈൻ എന്നാ സാറേ പേര്. ആലപ്പുഴയില് ഇനാര ഡിസൈൻ. സ്മിത ജയരാജാണ് എന്റെ ഫ്രണ്ടിന്റെ പേര്. സാറൊന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും സാറിൽ നിന്നുണ്ടാകണം. സാറിന്റെ വീഡിയോ മുടങ്ങാതെ കാണുന്നുണ്ട്. എല്ലാ ധൈര്യവും കിട്ടിക്കൊണ്ടിരിക്കുന്ന സാറിന്റെ വീഡിയോയിൽ നിന്ന് മാത്രമാണ്. ബിസിനസ് ആണെങ്കിൽ നമ്മുടെ ബിസിനസ് ക്ലാസ്സിൽ വേണമെന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അവർക്ക് ബിസിനസ് പലതും പഠിക്കാൻ അറിയാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. അടുത്ത ആരും പറയണ്ടോ?